നമസ്കാരം, ഞാൻ ഡോക്ടർ രാജീവ് വിശ്വനാഥൻ, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, നിർമ്മല ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ക്ഷയരോഗത്തെപ്പറ്റി, സാധാരണക്കാർക്കിടയിലുള്ള സംശയങ്ങളെപ്പറ്റി. ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് ഒരു പ്രധാന ദിവസമാണ്. ഇന്ന് മാർച്ച് 24 വേൾഡ് TB ഡേ. ഓരോ TB ഡേയിലും ഓരോ തീമുണ്ട്. 2021 തീം എന്ന് പറയുന്നത് ദ ക്ലോക്ക് ഈസ് ടിക്കിങ്. സമയം പോകുന്നു, നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് TBയെ ഇല്ലാണ്ടാക്കണം. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ടു എൻഡ് TB ആൻഡ് സേവ് ലൈഫ്സ്. നിങ്ങൾ നിങ്ങളുടെ സമയം ചിലവാക്കി ക്ഷയരോഗം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൂടെ നിൽക്കണം, ജീവൻ രക്ഷിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കായിരുന്നു ഉത്തരം പറഞ്ഞത്. നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. TB ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ? സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. ഇതിന് ചെയ്യുന്ന ടെസ്റ്റുകൾ: 1 ചെസ്റ്റ് എക്സ്റേ, നെഞ്ചിൻ്റെ എക്സ്റേ; 2 കഫ പരിശോധന; 3 ചില ബ്ലഡ് ടെസ്റ്റുകൾ. കഫ പരിശോധന എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: AFB ടെസ്റ്റ്, CB NAT ടെസ്റ്റ്, കൾച്ചർ ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റുകളിൽ നമുക്കറിയാം CBC, അതായത് ബ്ലഡ് കൗണ്ട്, ESR, അതുപോലെ കയ്യിൽ കുത്തി പരിശോധന എന്ന മാൻഡോ ടെസ്റ്റ്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ചില കേസുകളിൽ ഇതിലൊന്നും ഡയഗ്നോസിസ് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ CT സ്കാൻ എടുക്കേണ്ടി വരും, ബ്രോങ്കോസ്കോപ്പി അഥവാ കുഴൽ പരിശോധന ചെയ്യേണ്ടി വരും. ഇതൊന്നും അല്ലാത്ത കേസുകളിൽ ചിലപ്പോൾ നമ്മൾ ലങ്സിലല്ലാതെ TB ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബയോപ്സി, കുത്തി പരിശോധന ചെയ്യേണ്ടി വരും. അതിനാണ് എക്സ്ട്രാ പൾമണറി കേസുകൾ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഈ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് ഗുളികകളാണ്. ഈ ഗുളികകളെ നമ്മൾ വിളിക്കുന്നത് FDC എന്നാണ്, ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ്. ഇതൊരു പാക്കാണ്. ഈ പാക്കറ്റിൽ ഗുളികകളുണ്ട്. ഈ ഗുളികകൾ ഓരോരുത്തരുടെയും വെയ്റ്റും ഹൈറ്റും അനുസരിച്ചാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ വെയ്റ്റും ഹൈറ്റും അല്ലല്ലോ. അതുകൊണ്ട് ഓരോ രോഗിക്കും ഓരോ പോലെയാണ്. ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇത് ലഭിക്കുന്നത് നമുക്ക് PHC, CHC, താലൂക്ക് ആശുപത്രി, ഡിസ്ട്രിക്റ്റ് എന്നിവ ഗവൺമെൻറ് സെറ്റപ്പിൽ നിന്നൊക്കെ ലഭിക്കും. മാത്രമല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റൽ പോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇത് ലഭ്യമാണ്. തികച്ചും സൗജന്യമാണ്. പലർക്കും അറിയാത്തൊരു കാര്യം എന്താ വെച്ചാൽ, പ്രൈവറ്റ് സെക്ടറിൽ പോലും ഇത് സൗജന്യമായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. നിങ്ങൾ നോക്കേണ്ടത് ഒരു കാര്യം മാത്രം: നിങ്ങൾ പോകുന്ന ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോട്ട് സെൻറ്റർ അഥവാ TB സെൻറ്റർ അവിടെ അവൈലബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ അതിനെ സ്റ്റെപ്പ് സെൻറ്റർ എന്നും വിളിക്കാറുണ്ട്. STEPS അതതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ട്രീറ്റ്മെൻറ്റ് തികച്ചും ഫ്രീ ആണ്. TBയുടെ ചികിത്സ സാധാരണ 6 മാസമാണ്. ചില കേസുകളിൽ നമ്മൾ 9 മാസമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശ്വാസകോശത്തിൻ്റെ പുറത്ത് വരുന്ന TB, അതായത് എക്സ്ട്രാ പൾമണറി TB, ഇതിന് പലപ്പോഴും 9 മാസമാണ് ചികിത്സ. ചില റെയർ ആയിട്ടുള്ള കേസുകളിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ 1 വർഷം വരെയും ചികിത്സ വേണ്ടി വരാറുണ്ട്. ഇതിന് ഭയങ്കരമായ സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. 80% ആൾക്കാർക്കും കറക്റ്റ് സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ, പറഞ്ഞ രീതിയിൽ മരുന്ന് കഴിച്ചാൽ ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ഒന്നും കാണാറില്ല. 80% ആൾക്കാർക്കും കംഫർട്ടബിളായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചില ടെസ്റ്റുകൾ നിങ്ങൾ നിർദ്ദേശിച്ച സമയത്ത് ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ബ്ലഡ് ടെസ്റ്റുകൾ, അതിൽ തന്നെ ഉള്ളത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കരളിൻ്റെ ടെസ്റ്റ്, കണ്ണിൻ്റെ ചെക്കപ്പ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്ത് പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇത് പേടിക്കേണ്ടതില്ല. ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ എടുക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ആളുടെ ക്ഷയം മാറി വെയിറ്റൊക്കെ കൂടി ആളൊന്ന് ഉഷാറാവും. ഇത് ക്യൂറബിളാണ്. പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അസുഖങ്ങളുടെ ലിസ്റ്റിലാണ് ക്ഷയരോഗം വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മാർച്ച് 24 വേൾഡ് TB ഡേ ആണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കറിയാം, നമ്മൾ കോവിഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വർഷത്തിനിടെ പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട് വിവേചനം, അകറ്റി നിർത്തലൊക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പലരും ആ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇതിലും വലിയ അകറ്റി നിർത്തലായിരുന്നു ക്ഷയരോഗത്തിന് പഴയ നാടുകളിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നു, ഒരു വിദേശ വനിത, അവർ നമ്മുടെ നാട്ടിൽ വരികയും ഇതിലും വലിയ വിവേചനമുള്ള കാലത്ത് അവർ രോഗികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ ഒരു വാക്യം ഇതാണ്: "ദ ഹാൻഡ്സ് ദാറ്റ് ഹെൽപ്പ് ആർ മച്ച് ഹോളിയർ ദാൻ ദ ലിപ്സ് ദാറ്റ് പ്രേ." നമ്മളൊരാളെ സഹായിക്കാൻ യൂസ് ചെയ്യുന്ന കരങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ദിവ്യമായത് എന്നാണ് അവർ പറഞ്ഞത്. ആ വ്യക്തി മറ്റാരുമല്ല, മദർ തെരേസയായിരുന്നു. ഓർക്കുക, അവർ ചേർത്ത് പിടിച്ചത് ഒരു ക്ഷയരോഗിയാണ്.